തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ 2 സഭകൾക്കുള്ള കത്തിനെ കുറിച്ചാണ്. ഫിലാദൽഫിയയിലെ സഭയും ലവോദിക്കയിലെ സഭയും. കർത്താവ് ഓരോ സഭയെക്കുറിച്ചും കത്തുകൾ എഴുതി. ഈ 7 സഭയുടെ കത്തിൽ ഈശോ പ്രശംസിക്കുന്ന 2 സഭകളേ ഉള്ളൂ. അത് സ്മിർനായിലെ സഭയും ഫിലാദൽഫിയയിലെ സഭയും. ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സഭയാണ് ഫിലാദൽഫിയയിലെ സഭ. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഫിലാദൽഫിയയിലെ സഭയുടെ കത്തും നമുക്ക് കാണാം. 14 മുതൽ 22 വരെ വചനങ്ങളിൽ ലവോദിക്കയിലെ സഭയുടെ കത്തിനെ കുറിച്ചും നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: പരിശുദ്ധനും സത്യവാനും, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും, മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആദ്യമേ തന്നെ ഒരു വാഗ്ദാനം അങ്ങ് കൊടുക്കുകയാണ് ഫിലാദൽഫിയയിലെ സഭയ്ക്ക്. നിനക്കിനി ഒരു തടസ്സങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല. നിന്റെ വാതിലുകൾ ആരും അടയ്ക്കില്ല. ഞാൻ തുറന്ന വാതിലുകളൊക്കെ തുറന്നു തന്നെ കിടക്കും. പ്രതിസന്ധികളുടെ മേൽ ഞാൻ കൂടെയുണ്ടാകും. കാരണം കർത്താവ് തന്നെ ആദ്യം പരിചയപ്പെടുത്തുക ഇങ്ങനെയാ: പരിശുദ്ധനും സത്യവാനുമായ കർത്താവ്, താക്കോല് കൈവശമുള്ളവൻ, ആരടച്ചാലും തുറക്കാൻ പറ്റാത്തവനും, ആര് തുറന്നാലും അടയ്ക്കാൻ പറ്റാത്ത. ഈശോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും, മറ്റാർക്കും തുറക്കാൻ കഴിയാത്തത് അടയ്ക്കുന്നവനുമായ കർത്താവ്. ഈ കർത്താവാണ് പറയുന്നത്, നിന്നെ എനിക്കറിയാം. ക്രിസ്തു തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് ആദ്യം ഇത്. കർത്താവിൻ്റെ അധികാരം, പരമാധികാരം. നമ്മൾ ചില ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ബന്ധനങ്ങളും കെട്ടുകളും ഒക്കെയുള്ള ചില വ്യക്തികളൊക്കെ, പൈശാചിക ബന്ധനങ്ങളും വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വെളിപാട് 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ വിട്ടുപോകും നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ദൈവത്തിൻ്റെ പരമാധികാരം, ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പരിശുദ്ധനാണ്, സത്യവാനാണ്. ഒരു പൈശാചിക ശക്തിക്കും ഇവൻ്റെ അധികാരത്തെ തകർക്കാൻ പറ്റില്ല. ഈശോ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കും, ഈശോ അഴിച്ചാൽ അഴിച്ചിരിക്കും. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നൊരു തമ്പുരാൻ. ഈ തമ്പുരാനെ പറയുന്നത്, നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം, അതുകൊണ്ട് നിന്റെ മുമ്പിൽ തടസ്സങ്ങളില്ലാത്ത ഒരു വാതിലുകൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും. നിന്റെ ശക്തി പരിമിതമാണ്, നീ ഒത്തിരി കഴിവ് കുറഞ്ഞവനാ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രശംസിക്കുന്ന 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് യേശു ആഗ്രഹിക്കുന്ന 2 കാര്യം എന്ന് പറയുക: ദൈവത്തിൻ്റെ വചനം കാത്തു സൂക്ഷിക്കുക, ദൈവനാമം നിഷേധിക്കാത്തവരായി മാറുക. ദൈവത്തെ നിഷേധിക്കാത്തവരും ദൈവവചനം കാത്തു സൂക്ഷിക്കുന്നവരെയും കർത്താവ് വാനോളം ഉയർത്തും. ആർക്കും അവൻ്റെ വഴികളെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ മുമ്പിൽ ഒരു പുതിയ വാതിൽ ഞാൻ തുറന്നു വെച്ചേക്കുക. ഇതാർക്കും എന്നെ അടയ്ക്കാൻ പറ്റില്ല, കാരണം അത് ഞാൻ തുറന്നതാ. അവൻ്റെ അധികാരം അവൻ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു, നീ വളരെ ചെറിയവൻ, നിനക്ക് ഉയരാനൊന്നും പറ്റില്ല, സ്വയം ഒരു കഴിവുമില്ല. പക്ഷേ നീ ഒറ്റക്കാലത്ത് വിശ്വസ്തനായിരുന്നു. എൻ്റെ വചനം കാത്തതിലും എൻ്റെ നാമം നിഷേധിക്കാതിരുന്നതിലും, അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് ആ സഭയെക്കുറിച്ച് വേറെ 2-3 കാര്യങ്ങൾ പറയുക. അവരുടെ ഇടയിൽ ഇവരിതെങ്ങനെ പിടിച്ചു നിന്നെന്നാണ് പറയുന്നത്. അവരുടെ ഇടയിൽ യഹൂദരാണെന്ന് പറയുകയും യഹൂദരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും നുണയന്മാരായി നടിക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗുകളിൽ നിന്നുള്ള ചിലരുണ്ട്. അവിടെ സാത്താൻ്റെ മധ്യവർത്തികൾ വസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കർത്താവിൻ്റെ സഭ നിൽക്കുന്നത്. സാത്താൻ്റെ പ്രവർത്തനം ഒത്തിരി ഉള്ള സ്ഥലത്താണ് ഈ സഭ നിൽക്കുന്നത്. എന്നിട്ടും ഈ സഭ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം കാത്തു,
ദൈവത്തിൻ്റെ നാമം നിഷേധിച്ചില്ല. അപ്പോൾ സാത്താൻ്റെ ഈ പ്രവർത്തനം ഉണ്ടായിട്ടും ഈ ദൈവത്തിൻ്റെ വചനം കാത്തു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില വ്യക്തികൾ, ചില കുടുംബത്തിൽ എത്ര ആൾക്കാർ ചില വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കാനിട്ടാൽ നിൽക്കത്തില്ല. കാരണം ആൾക്കാർ വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും അവിടെ വരുന്നു, പോകുന്നു. കാരണം അവിടെ ആരോ പണ്ട് ആരെ കൊന്നിരുന്നെന്നോ മുറിയുടെ അടിയിൽ ആരെങ്കിലും കുഴിച്ചിട്ടിരുന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കും, ഇവിടെ വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചിന്തയുള്ള അവസ്ഥകളിലൊക്കെ വ്യക്തികളൊക്കെ ഈ വചനം എടുക്കാം. കാരണം ഒറ്റ കാര്യമുള്ളൂ, അത് ചിലപ്പോൾ സാത്താൻ്റെ സിനഗോഗ് ആയിരുന്നിരിക്കാം. പക്ഷെ ഇവിടെ നീ നിൽക്കുമ്പോൾ നീ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുക, നീ യേശുവിൻ്റെ വചനവും കാത്തു സൂക്ഷിക്കാൻ തുടങ്ങണം. നീ യേശുവിൻ്റെ നാമം നിഷേധിക്കാതെ ഇവിടെ പിടിച്ചു നിൽക്കുക. അവിടെ കർത്താവ് നിനക്ക് വഴി തുറക്കാൻ തുടങ്ങും. നീ പിന്തിരിഞ്ഞു പോകുകയല്ല ചെയ്യേണ്ട. ഈ സ്ഥലത്തൊക്കെ ഇനി ഇവിടെ താമസിക്കാൻ കൊള്ളില്ല, ആ സ്ഥലവും വീട് വില വിട്ടേക്കാം, വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കാം. അതല്ല, നിൻ്റെ കയ്യിൽ ശക്തമായ 2 ആയുധങ്ങളുണ്ട്, യേശുനാമവും യേശുവചനവും. ഈ 2 ആയുധങ്ങൾ കൊണ്ട് ഈ സിനഗോഗിൽ പിടിച്ചു നിന്നാൽ, അവിടെ നിന്ന് യേശുവിൻ്റെ നാമം പറയാൻ തുടങ്ങുമ്പോൾ, അവിടെ നിന്ന് യേശുവിൻ്റെ വചനം പറയാൻ തുടങ്ങുമ്പോൾ, കർത്താവ് ഈ സിംഹാസനത്തിലിരിക്കുന്ന സാത്താനെ തട്ടിത്താഴ്ത്തിയിട്ടിട്ട് അവിടെ യേശുവിൻ്റെ സിംഹാസനം ഉയർത്താൻ തുടങ്ങും. യേശുവിൻ്റെ സിംഹാസനം ഉയർത്താൻ തുടങ്ങുമ്പോൾ വിജയങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും കുടുംബത്തിലേക്ക് വരും. ചില വ്യക്തികൾക്ക് അടിക്കടി രോഗം, മക്കൾക്ക് രോഗം, ഭാര്യയ്ക്ക് രോഗം, കുടുംബനാഥന് രോഗം, രോഗത്തിൻ്റെ അവസ്ഥകൾ. അവിടെയും കർത്താവിൻ്റെ വചനം കാത്തു സൂക്ഷിച്ച് യേശുവിൻ്റെ നാമം പറയാൻ തുടങ്ങിക്കേ ഈ അത്ഭുതം കർത്താവ് ചെയ്യും. അവിടെ തിന്മയുടെ ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല. കർത്താവ്, നമുക്കറിയാലോ, പ്രകാശമുള്ളിടത്ത് അന്ധകാരം നിൽക്കില്ല. അവിടെ പിന്നെ അന്ധകാരത്തിന് സ്ഥാനമില്ല. എന്ത് ഇരുട്ട് എവിടെ പോയി? അത്രയും നേരം ഇരുട്ടായിരുന്നു. ആ മുറിയിലേക്ക് ഒരു ലൈറ്റുമായി വന്ന് ഇരുട്ട് കാണുന്നില്ല, അസ്തമിക്കപ്പെട്ടു. പേര് പോലും പറയാം ഇരുട്ടിനെ കാണിച്ചു കൊടുക്കാൻ ആർക്കും പറ്റില്ല. അത് തന്നെയാണ് സംഭവം. ഈ പൈശാചിക പീഡയെ തകർക്കാനല്ല നീ ശ്രമിക്കേണ്ടത്. ചില വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കാൻ ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ കാരണം ഒന്ന് അന്വേഷിച്ച് പറ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് പറയാറുണ്ട്, കാരണം അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? കാരണം എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിനക്ക് വേണ്ടത് അതിൻ്റെ സൊല്യൂഷനാണ്. നീ ഒറ്റ കാര്യം ചെയ്യുക, യേശു അവിടെ നിറയാൻ ആഗ്രഹിക്കുക. അത് തന്നെ ഇവിടെ ഈശോയും പറയുന്നുള്ളൂ. ഈ യേശുവിൻ്റെ നാമം ചിലപ്പോൾ തകർച്ചകളാകാം, രോഗങ്ങളാവാം, ബുദ്ധിമുട്ടുകളാകാം. അവിടെ യേശുവിൻ്റെ വചനവും നാമവും പറഞ്ഞ് നീ പിടിച്ചു നിൽക്കുക. അപ്പോൾ ഈ പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിലേക്ക് പ്രകാശം വരുമ്പോൾ അന്ധകാരത്തിന് സ്ഥാനമില്ല, അത് മാറാനായിട്ട് തുടങ്ങും. അല്ലാതെ ഭയപ്പെട്ട് ഓടി ഒളിച്ച് അതവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇനി എന്നാ ചെയ്യും? അതല്ല ചെയ്യുക. നീ ഭയപ്പെട്ടാൽ നിനക്ക് സംഭവിക്കും. എന്നാൽ നീ എന്താണോ യേശുവിൽ വിശ്വസിക്കുന്നത് നിനക്ക് വന്നു ചേരുമെന്ന് വചനം പറയുക. വീണ്ടും നമ്മൾ കാണും അവരെ കർത്താവ് എന്താ ചെയ്യാൻ പോണേന്നാ. നമ്മിങ്ങനെ യേശുവിൻ്റെ നാമം കാത്തു സൂക്ഷിച്ച് യേശുവിൻ്റെ വചനം പറയാൻ തുടങ്ങുമ്പോൾ അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിവിക്കും. ഇവിടെ ഒരു ഓർക്കണം, കർത്താവ് ഒരു വാഗ്ദാനം അങ്ങ് തരുവാണ്. നമ്മുടെ കാൽക്കൽ കൊണ്ടുവന്ന് അവരെ കുമ്പിടിവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ ഗ്രഹിക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് എല്ലാ വ്യക്തികൾക്കും കാണിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായി. ഇന്ന് നീ സഹനത്തിലാണെങ്കിൽ, ഇന്ന് നീ വളരെ തകർച്ചയിലാണെങ്കിൽ, ഒരുപക്ഷെ നിനക്ക് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ അടിക്കടി തകർന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ, നീ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ വചനവും കാത്തു സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് യേശു സകലർക്കും കാണിച്ചു കൊടുക്കാൻ യേശു തന്നെ ഇറങ്ങി വരും. വേറെ ആരെങ്കിലും ഇറങ്ങി വരിക. ഈശോ പറയുക, ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കാൻ ഞാൻ ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഫിലാദൽഫിയയിലെ സഭ. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. പുറപ്പാട് 14:14 ഒരു വചനം പറയും, നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. പക്ഷെ നീ ശാന്തതയിൽ ഒറ്റ കാര്യം ചെയ്യണം, വചനവും നാമവും മുറുകെ പിടിക്കണം. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. തകർച്ചകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഞാൻ നിന്നെ സംരക്ഷിക്കും. എനിക്കറിയാം, തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തൊരു വീട്ടിൽ ആ പ്രദേശത്ത് മുഴുവൻ ഈ പ്രളയ സമയത്ത് വെള്ളം കയറി. പക്ഷേ അവിടെ ഒരു 5 വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല. അപ്പം ഞങ്ങൾ ചുമ്മാ കഴിഞ്ഞ ദിവസം സംസാരിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു, എന്നാ ചേട്ടൻ്റെ വീട്ടിൽ മാത്രം വെള്ളം കയറാത്തേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ പ്രളയം വന്ന സമയത്ത് വെള്ളം കയറുമെന്ന് ഉറപ്പാണ് സിസ്റ്ററെ, പക്ഷേ എന്താ കയറാത്തതെന്ന് ഒറ്റ കാര്യമുള്ളൂ, ഈ മനുഷ്യൻ ദൈവ ശുശ്രൂഷകനാണ്. ഈ മനുഷ്യൻ മുഴുവൻ സമയം യേശുവിൻ്റെ വചനം വായിക്കുക. ഇത്രയും യേശുവിൻ്റെ വചനം വായിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും യേശുവിൻ്റെ വചനം വായിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ആ മനുഷ്യൻ യേശുവിൻ്റെ വചനത്തിന് സാക്ഷിയായി ജീവിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർക്ക് ഈ വചനമാണ് പറയുന്നത്, ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈശോ പറഞ്ഞിരിക്കുക, എന്തെന്നാൽ പരീക്ഷകൾ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. എന്നിട്ട് ഈശോ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്.
വെളിപാട് 3:11 അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിച്ചോണം. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കി മാറ്റും. ഈ ഒരു വചനത്തിൽ ഈശോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഓരോ വ്യക്തിയും യേശുവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ, യേശു അവന് വേണ്ടി ഒരനുഗ്രഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യ മക്കൾക്കും കർത്താവ് ചില വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. നീ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ നീ ആ വഴിയിലൂടെ പോകുന്നില്ലെങ്കിൽ, കർത്താവ് നിനക്ക് തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒരുപക്ഷെ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ചെയ്യേണ്ട, വിശുദ്ധിയോടെ ചെയ്യേണ്ട ചില വേലകളുണ്ട്. പക്ഷെ നീ ആ വഴിയിലൂടെ അല്ല പോകുന്നതെങ്കിൽ ആ കിരീടം നിനക്ക് കിട്ടില്ല. പക്ഷെ ആ കിരീടം എന്ത് ചെയ്യപ്പെടുമെന്ന് ചോദിച്ചാൽ, കിരീടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തി രാജാവായി അവരോധിക്കപ്പെട്ടു, കിരീടം വെച്ചു. ആ കിരീടം വെച്ച വ്യക്തിയാണ് രാജാവ്. എന്നാൽ ആ രാജാവിൻ്റെ കാലശേഷം ആ കിരീടം അടുത്ത വ്യക്തിക്ക് കൈമാറ്റപ്പെടും. അപ്പോൾ കിരീടങ്ങൾ ഇങ്ങനെ കൈമാറിപ്പോകുന്നൊരു കാര്യമാണെന്ന് നമുക്കറിയാമെങ്കിൽ, എൻ്റെ ദൈവം ഞാൻ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വഴിയെ പോകുമ്പോൾ എനിക്കൊരു കിരീടം കർത്താവ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വഴിയെ പോയില്ലെങ്കിൽ എൻ്റെ കിരീടം, എനിക്ക് വേണ്ടി കർത്താവ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റപ്പെടുമെന്ന് ഈശോ വ്യക്തമായി പറയുക. നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കണം. വിജയം വരിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു സ്തംഭമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ഫിലാദൽഫിയയിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ കർത്താവ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വചനം കാത്തു സൂക്ഷിക്കണം. ദൈവനാമം നിഷേധിക്കാതിരുന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. അവൻ നിന്നെ സ്നേഹിക്കുന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കും. പിന്നെ ഈശോ ഒരു മുന്നറിയിപ്പ് തരികയാണ്. എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷെ നിൻ്റെ കിരീടം അത് കാത്തു സൂക്ഷിക്കണം. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിൻ്റെ വഴികൾ, നിൻ്റെ ജീവിത അന്തസ്സ്, ദൈവവിളിക്ക് ചേർന്ന അന്തസ്സിന് ചേർന്ന ജീവിതം നയിക്കാൻ നീ തുടങ്ങുമ്പോൾ നിൻ്റെ കിരീടം ആരും തട്ടിക്കളയില്ലെന്ന കർത്താവ് നമ്മൾ പറയുക. കിരീടം കവർന്നെടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ദൈവം നമ്മളെ പരീക്ഷിക്കും. കാരണം അബ്രാഹത്തെ പോലും കർത്താവ് പരീക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ അബ്രാഹം നേടിയെടുക്കുന്നത് വിശ്വാസത്തിൽ പിടിച്ചു നിന്നിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വലിയ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് കിട്ടണം. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മിലുണ്ടാവണം. അതിനാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകാൻ. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തു ശിശുവിന് പ്രിയപ്പെട്ടതാണ്. അത് നിനക്ക് കിട്ടപ്പെടേണ്ടതാണ്. നിൻ്റെ ശിരസിൽ വയ്ക്കപ്പെടേണ്ട കിരീടം തന്നെയാണ്. ആ കിരീടം മേടിക്കണം എന്നുള്ളത് നിൻ്റെ അത് പ്രത്യേകതയാണ്. അത് നീ തന്നെ സ്വന്തമാക്കണം. നിനക്കത് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരും. പിന്നെ മറ്റൊരു കാര്യം, ഈശോ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ദൈവവചനം പറയാനുള്ള ഒരു കടമയുണ്ട്. ദൈവവചനം പറയാൻ ഒരു കടമ ഓരോ വ്യക്തിക്കുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വചനം കാത്തു സൂക്ഷിക്കുക. അതിനെ മറ്റൊരർത്ഥത്തിൽ കൂടി എടുക്കണം. ഓരോ വ്യക്തിക്കും, ഒരു കുഞ്ഞു വ്യക്തിയോട് പോലും വചനം പറയാൻ ഒരു കടമ ദൈവം വെച്ചിട്ടുണ്ട്. ദൈവരാജ്യം വിസ്തൃതിയിലാക്കി വചനം പ്രഘോഷിക്കേണ്ടത് ഒരു വ്യക്തിയുടെയും കടമയാണ്. അതിന് കർത്താവ് നിനക്ക് എന്തൊക്കെ കൂട്ടിച്ചേർത്ത് തരും. നിൻ്റെ വാതിലുകളൊക്കെ ഈശോ തുറന്നു തരാൻ തുടങ്ങും. നിൻ്റെ വഴികളൊക്കെ ഈശോ തുറന്നു തരാൻ തുടങ്ങും. നിൻ്റെ സങ്കടങ്ങൾ കൂടെ നിൽക്കും. പരീക്ഷണ കാലഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കും. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. ഇസ്രായേൽ മക്കളുടെ കൂടെ കർത്താവ് നടന്നപ്പോൾ അന്യജനതകളും വിജാതി ജനതകളും ഒക്കെ തിരിച്ചറിഞ്ഞു. ആ ജനതകളുടെ കർത്താവുണ്ട്. സിറിയയെ തോൽപ്പിക്കാൻ വേണ്ടി, ഇസ്രായേൽ സൈന്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി സിറിയക്കാർ വന്ന് പാളയമടിക്കുമ്പോൾ സിറിയൻ രാജാവ് രാജസേവകരോട് ചോദിക്കും, അവിടെ നമ്മൾ പാളയമടിക്കാൻ പോകുന്നെന്ന് ഇസ്രായേൽ രാജാവ് എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സേവകൻ രാജാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കിടപ്പറയിൽ എന്ത് അവരെക്കുറിച്ച് ആലോചിച്ചോ അതുപോലും ഇസ്രായേൽ രാജാവിൻ്റെ ചെവിയിൽ എത്തിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ ആ ദേശത്തുണ്ട് എന്ന് എലീഷായെക്കുറിച്ച് വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ശത്രു സൈന്യം കിടപ്പറയിൽ മറ്റ് സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടി എന്ത് തയ്യാറാക്കണം, എന്ന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പോലും ദൈവം വെളിപ്പെടുത്തി സ്വന്തം ജനതയ്ക്ക് കൊടുത്ത് ജനതയെ രക്ഷിക്കുന്ന ഒരു വചനഭാഗം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി നിലകൊണ്ടുകൊള്ളും. അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളും. ആ തമ്പുരാന് കൂടെ ഞാനങ്ങ് നിൽക്കാൻ തുടങ്ങിയാൽ മതി. വചനം ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ പരീക്ഷണ കാലഘട്ടങ്ങളിൽ ദൈവിക രഹസ്യങ്ങൾ പോലും വെളിപ്പെടുത്തി തരുന്ന ഒരു ഈശോയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും അവസാനത്തെ സഭയാണ് ലവോദിക്കയിലെ സഭ.
ലബോദിക്കയിലെ സഭയ്ക്ക് എഴുതിയ കത്തിൽ കർത്താവ് 3-4 കാര്യങ്ങൾ ചേർത്ത് വെക്കുകയാണ്. ഈ സഭയെ ലൂക്ക് വാം ചർച്ച് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ, ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാതെ ചതഞ്ഞ് ചമ്മന്തി അരച്ച് കിടക്കുന്ന വീണുപോയൊരു സഭ എന്ന് പറയാം. ഒരു വിധത്തിലും പുഷ്ടിയില്ലാത്തൊരു സഭയാണ്. മറ്റുള്ളവരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന വിര പോലുള്ള സഭ, ആ സഭ. ലബോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർത്തവത്തിന് ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുകയാണ്. തണുപ്പും ചൂടും ഇല്ലാത്ത മന്ദോഷ്ണനായ ഒരു സഭ. പ്രയോജനമില്ല. തണുപ്പും ചൂടുമില്ലെങ്കിൽ മന്ദോഷ്ണതയാണ്. അതിന് പ്രയോജനമില്ല. ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയുള്ളൂ അങ്ങനെയുള്ള മനുഷ്യർ. അവരുടെ ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ ഒരു ജ്വലനവും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവർ മറ്റുള്ളവരെ ഒരു വിധത്തിലും വളർത്തിയല്ല. അവരെ കണ്ടവർ എനർജി കിട്ടത്തില്ല, കണ്ടാലുള്ള എനർജി പോവുകയും ചെയ്യും, അവരുടെ എനർജി കൊടുക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ആത്മീയ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ കർത്താവ് ഈ സഭയോട് പറയുക, നീ നിന്നെ തന്നെ സ്വയം പ്രശംസിക്കുക, പക്ഷെ നിനക്കൊന്നുമില്ല. നീ നിന്നെ തന്നെ സ്വയം പ്രശംസിച്ചുകൊണ്ടിരിക്കുക. നീ പറയുന്നു, ഈ വചനം 17-ാമത്തെ വചനത്തിൽ പറയും, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും എനിക്ക് കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. സ്വയം നല്ലവനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നീ പറയുമ്പോഴും ഇതാ കർത്താവ് പറയുകയാണ്, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണ്. നിന്നെ ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിലാണ് നീ ജീവിക്കുന്നത്. അപ്പോൾ നമ്മെ നാം കാണുന്നത് തെറ്റായ വിധത്തിലാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സഭയ്ക്കും അത് തന്നെയാണ്. ഞാൻ ഓക്കെയാണ്, ഞാൻ സമ്പന്നനാണ്, ദരിദ്രനല്ല, എനിക്ക് കുറവില്ല. അതുപോലെ നമ്മെക്കുറിച്ചൊരു ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ കുരുടരെ പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കുരുടർക്ക് അവർ ആയിരിക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോഴും അവർ പറയും ഞാൻ കാണുന്നുണ്ട്. അത് ആത്മീയ അന്ധതയുള്ള അവസ്ഥകളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഫരിസയർ അന്ധരെ സുഖപ്പെടുത്തിയ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയ അന്ധത എന്ന് പറഞ്ഞ് അവിടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയും ഞങ്ങൾ കാണുന്നു, പക്ഷേ അവർ യഥാർത്ഥത്തിൽ യേശുവിനെ കാണാത്തത് കൊണ്ട് അവർ ആത്മീയ അന്ധതയിലാണ്. അതുപോലെ തന്നെയാണ് ഈ സഭയിലുള്ള ആളുകളും ആത്മീയ അന്ധതയിൽ, ആത്മീയ ദാരിദ്ര്യത്തിൽപ്പെട്ടവരാണ്, ആത്മീയ നഗ്നതയുള്ളവരാണ്, ആത്മീയ അന്ധതയുള്ളവരാണ്. 3 കാര്യമുള്ള കർത്താവരോട് പറയുക, നിങ്ങൾക്ക് ആത്മീയ ദാരിദ്ര്യമുള്ളവരാണ്, നിങ്ങൾ ആത്മീയ നഗ്നരാണ്, നിങ്ങൾ ആത്മീയമായി അന്ധകാരത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകും. പാപത്തോട് കോംപ്രമൈസ്, സാരമില്ല, ഇത് ഇത്രയൊക്കെ അങ്ങ് പോയാൽ മതി. കോംപ്രമൈസിങ് സഭയും നമുക്ക് ഈ സഭയെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ കർത്താവ് 18-ാമത്തെ വചനത്തിൽ പറയുക, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോയാൽ പോരാ, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ വചനം നമ്മോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം പ്രശംസിക്കുന്ന അവസ്ഥകൾ മാറ്റിയിട്ട് ശരിയായ അവസ്ഥ ഞാൻ എന്താണെന്ന് അറിയാൻ നീ സ്വയം ഒന്ന് പരിശ്രമിക്കണം. കർത്താവെ, ഞാനിപ്പോൾ ജീവിക്കുന്ന, ഞാൻ ഉണ്ടാക്കി എന്നെക്കുറിച്ച്, എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതെനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രമല്ല, സ്വയം ബുദ്ധി കൊണ്ട് എവിടെയൊക്കെ തെറ്റുപറ്റി ചിന്തിക്കുകയല്ല, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്നെ മനസ്സിലാക്കണം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരണം. ആത്മീയ അനുഗ്രഹങ്ങൾ ഒരിക്കലും സ്വന്തം കഴിവ് കൊണ്ട് നേടാൻ പറ്റില്ല. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും സ്വന്തം കഴിവുകൊണ്ട് നേടാൻ പറ്റില്ലെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്ന വചനമാണ് വെളിപാട് 3:18. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് നീ ചോദിച്ചു മേടിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് മേടിക്കുക. കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ മേടിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം. മത്തായി 7:7 ഈശോ പറയും, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. ഈ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് പറ്റണം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു കൃപ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്വയം പരിത്യജിക്കണം. ആത്മീയ മൂല്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. നാം ആത്മീയ സമ്പന്നരായി മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. ആത്മീയമായി സമ്പത്തുള്ള വ്യക്തികളെ നമ്മൾ മാറാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സ്നേഹത്തിൻ്റെ ഒരു പങ്ക് വയ്ക്കലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതാ കർത്താവ് പറഞ്ഞ്, കണ്ണിലെഴുതാൻ നിൻ്റെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ ഒരു ചലനം ഉണ്ടാവണം.
നിൻ്റെ ജീവിതത്തിൽ ആത്മീയ മൂല്യങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായി നീ മാറണം. അതാണ്. അല്ലെങ്കിൽ ആത്മീയ അന്ധതയും ആത്മീയ നഗ്നതയും നമുക്കുണ്ടാകും. നമ്മൾ എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങും. കർത്താവിൻ്റെ കൂടെ കൂടാനായിട്ട് നമുക്ക് പറ്റാതെ വരും. വ്യക്തിപരമായിട്ട് കർത്താവ് ഇടപെടും. ഇങ്ങനെ ഞാൻ ആത്മീയ മൂല്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ആത്മീയ നഗ്നത ഞാൻ മാറ്റിക്കളയുമ്പോൾ, വചനം പറയുക 20-ാമത്തെ വചനത്തിൽ എന്ത് സംഭവിക്കും? ഇത് വ്യക്തിപരമായ ഒരു വ്യക്തി എങ്ങനെയാണ് വ്യക്തിപരമായി ജീവിക്കേണ്ടത് അതിനെക്കുറിച്ച് ഈശോ പറയുക. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു കത്താണ് ലവോദിക്കയിലെ സഭ. കാരണം നീ ആത്മീയമായി മന്ദോഷനാണ്, നീ ഉണരണം, കുറച്ചുകൂടി ഉണരുക. നിനക്ക് ഇന്ന കുറവുകളുണ്ട്. നീ നിന്നെ തന്നെ വെള്ളയടിച്ച് കുഴിമാടം പോലെ കാണിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്വയം പ്രശംസിക്കുകയാണ്. ആ കെട്ടുകൾ നീ പൊട്ടിച്ച് കർത്താവിൻ്റെ അടുത്ത് വന്ന് ആത്മീയ കൃപ മേടിച്ച് അഭിഷേകം മേടിച്ച് നീ തിരിച്ചു വരുവാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈശോ ഇടപെടാൻ തുടങ്ങുമെന്ന് പറയുന്ന വചനമാണ് വെളിപാട് 3:20. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് ഈശോ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമാണ്. മറ്റെല്ലാ സഭകളെക്കുറിച്ചും ബാക്കി 6 സഭകളെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ സഭയിലുള്ള ആളുകളെ മൊത്തമായിട്ടെടുത്ത് എങ്ങനെ ചെയ്യണം, എന്താണ് അനുഭവിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ലവോദിക്കയിലെ സഭയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ വ്യക്തിപരമായി ഈശോ പറയുകയാണ്, ഞാനെന്ന വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒറ്റ കാര്യം ചെയ്യണം, ആത്മീയ നഗ്നത മാറ്റി കോംപ്രമൈസിങ് മാറ്റിയിട്ട്, പാപത്തുള്ള കോംപ്രമൈസിങ് മാറ്റിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്ന് അവൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് അവൻ്റെ ശക്തി സ്വീകരിച്ച് മേലങ്കി ധരിച്ചു കഴിയുമ്പോൾ, കണ്ണിലെഴുതാൻ ദിവ്യകാരുണ്യത്തിൻ്റെ അഞ്ജനം ചോദിച്ചു മേടിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ വിശുദ്ധി എൻ്റെ കണ്ണിൽ പറയപ്പെടുമ്പോൾ, എൻ്റെ ശരീരത്തിന് വിശുദ്ധി ഉണ്ടാകുമ്പോൾ, എൻ്റെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ, ഒറ്റ കാര്യം ചെയ്യും, ഈശോ വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടും. വ്യക്തിപരമായിട്ട് ഈശോ ഹൃദയവാതിൽ, ഒരു ജനം മൊത്തം നിൽക്കുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ വാതിൽ ഈശോ മുട്ടുക. വ്യക്തിപരമായി കർത്താവ് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നൊരു വചനഭാഗമായത്. എന്നിട്ട് ഈശോ പറയും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. സ്നേഹം വരും. ഈശോ അടുത്ത് വന്നു. സ്നേഹത്തിൻ്റെ അടുത്ത പ്രകടനമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ആലിംഗനം ചെയ്യുന്ന അവസ്ഥ. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനം ഇരിക്കുന്നത് പോലെ തന്നെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തുമെന്ന് ഈശോ പറയുക. വ്യക്തിപരമായ കർത്താവ് ഇടപെട്ട് വാതിൽക്കൽ മുട്ടുമ്പോൾ കർത്താവ് കടന്നു വന്ന് തടസ്സം നിൽക്കുന്നതൊക്കെ മാറ്റി അവിടുത്തെ നമ്മെ തന്നെ അവിടുത്തോട് ചേർത്ത് നിർത്താൻ തുടങ്ങും. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:37 പൂർണ്ണ വിജയം വരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പൂർണ്ണ വിജയം വരിക്കാൻ ഈശോ നമ്മളെ ഒരുക്കുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ മറ്റൊരു കാര്യം പറഞ്ഞു വയ്ക്കും, ഞാൻ പോകുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണെന്ന് പറയുന്ന ഒരു ഈശോയെ കാണും. യോഹന്നാൻ 14-ാമത്തെ അധ്യായം 1 മുതൽ വചനങ്ങളിൽ പറയും, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അതാണ് ഇവിടെ പറയുക, ഞാൻ വിജയം വരിച്ച് പിതാവിനോടൊത്ത് അവൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് പോലെ തന്നെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് എൻ്റെ ഒപ്പം നിന്നാൽ നിന്നെ എൻ്റെ പിതാവിൻ്റെ ആലയത്തിലയക്കുമെന്ന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം. അതാണ് ഈശോ, സ്ഥലം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ ആ സ്നേഹം, അവൻ്റെ ആലിംഗനം, അവനോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, അവൻ്റെ കൂടെ നടക്കുന്ന ഇമ്മാനുവേലാകുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ വളരാനായിട്ട് ഈശോയെ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയുള്ള കൃപ ഈശോയോട് നമുക്ക് ചോദിച്ച് മേടിക്കാം. അങ്ങനെ ഈശോയോട് ചോദിച്ച് മേടിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഈശോ നമ്മുടെ ഒപ്പം നടക്കുമ്പോൾ നമുക്കൊരു അനുഗ്രഹമുണ്ടാകും, ഒരു വിജയമുണ്ടാകും. അതാണ് റോമ 8:37 പറയുക, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മെ സ്നേഹിച്ച ഈശോ, സ്നേഹിക്കുന്ന ഈശോയെ കൂടെ വസിക്കുക, ഭക്ഷണം കഴിക്കുക. കർത്താവെ, അങ്ങനെയെങ്കിൽ ഈ ഫിലാദൽഫിയയിലെ സഭയോട് നീ പറഞ്ഞതുപോലെ വചനം കാത്തു സൂക്ഷിക്കാൻ, നിന്റെ നാമം നിഷേധിക്കാതെ വ്യക്തിപരമായ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണം. എനിക്കുള്ളതൊന്നും ആരും കവർന്നെടുക്കാതിരിക്കാൻ എന്നെ സഹായിക്കണം. ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂട്ടിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവെ, ഈ 2 സഭയ്ക്കുള്ള കത്ത്, ഫിലാദൽഫിയയിലെ സഭയ്ക്കുള്ള കത്തും ലവോദിക്കയിലെ സഭയ്ക്കുള്ള കത്തും ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഏത് പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും
നിൻ്റെ വചനം കാത്തു സൂക്ഷിച്ച് നിൻ്റെ നാമം നിഷേധിക്കാതെ നിൻ്റെ കൂടെ നടക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്ന ലോകത്ത് നീ വെളിപ്പെടുത്തും. കർത്താവെ, വ്യക്തിപരമായി ഞാൻ എന്നെ തന്നെ പ്രശംസിച്ചുണ്ടാക്കി വെക്കുന്ന ഇമേജുകൾ തകർത്ത് ആത്മീയ മൂല്യങ്ങൾക്ക് വില കൊടുക്കുമ്പോൾ വിജയം വരിച്ച് നിന്നോടൊപ്പം സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിലിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചല്ലോ. ഈശോയെ, അതിന് ഞാൻ സന്നദ്ധമാകാൻ എല്ലാ കൃപകളും എനിക്ക് തരണം. ബലഹീനതകൾ എടുത്തു മാറ്റി എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ സ്വർഗരാജ്യത്തോട് ചേർത്ത് നിർത്തണം. ഇമ്മാനുവേലാകുന്ന നിൻ്റെ സാന്നിധ്യ അനുഭവം കൊണ്ട് എന്നെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.